ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ ഒരു ട്യൂട്ടോറിയലൊന്നുമല്ല, സ്വല്പ സംസാരവും ഒപ്പം കുറച്ച് തുന്നലും ഒക്കെയാണ്. പറയുകയാണെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി തയ്ച്ചു കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ഒന്ന് കേട്ടിരുന്നാൽ നന്നായിരിക്കും, അല്ലാത്തവരും കേട്ടിരിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കേൾക്കാം കേട്ടോ. ഞാൻ സാരി ഉടുക്കുന്ന ഒരാളല്ല. സാരി പലരുടെ ഇഷ്ടപ്പെട്ട ഒരു ഔട്ട്ഫിറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ സാരി ഉടുക്കുന്ന ഒരാളല്ല. പക്ഷേ സാരി ഉടുക്കാനുള്ളൊരു കോൺഫിഡൻസ് എനിക്കില്ലാതായത് ഒരു ടൈലർ കാരണമാണ്. അപ്പം ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ ഈ +2 വരേക്കുള്ള പിള്ളേർ അധികം ആരും അങ്ങനെ സാരി ഉടുക്കാറില്ല. എല്ലാവരും ഈ ധാവണി വരെ വന്ന് സ്റ്റക്കാവും, സാരിയിലേക്ക് പോകത്തില്ല. ഇപ്പോഴത്തെ കാര്യമല്ല, കുറേ നാൾ മുന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഈ +2 വരെയൊക്കെ നമ്മൾ സാരി ഉടുത്ത് നടക്കുമ്പോൾ വീട്ടുകാരുടെ ആണെങ്കിലും നാട്ടുകാരുടെ ആണെങ്കിലും എന്തിന് നമ്മുടെ തന്നെ വിചാരം എന്ന് പറയുന്നത് ഈ പ്രായത്തെ കുട്ടികളൊന്നും ഇങ്ങനെയുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ ഈ സാരി ഒന്നും ഉടുക്കത്തില്ല എന്നുള്ളതാണ്. ഇനി അഥവാ ആരെങ്കിലും ഉടുത്തെന്ന് വിചാരിക്കേ, കെട്ടിക്കാറായോ, ആലോചന നോക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻസ്. കുറച്ച് പേർക്കെങ്കിലും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്ത് തന്നെയാണേലും ഞാനൊക്കെ +2 വരേക്ക് സാരി ഉടുത്തിട്ടില്ല. അങ്ങേയറ്റം പോയ പാവാടയും ബ്ലൗസും ധാവണി പോലും ഞാൻ ഉടുത്തിട്ടില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു സാരി ഉടുക്കണം, ധാവണി ഉടുക്കണം, അങ്ങനെയൊക്കെ. അപ്പോൾ +2 കഴിഞ്ഞു, കോളേജിലായി. കോളേജിലെ ഫസ്റ്റത്തെ ഓണം സെലിബ്രേഷനിൽ ക്ലാസ്സിലെല്ലാവരും കൂടെ തീരുമാനിച്ചു നമുക്ക് സാരി ഉടുക്കാം, നീല ബ്ലൗസ് ചെയ്യാം എന്നുള്ള പ്ലാനിലെല്ലാവരും അവനവൻ്റെതായ രീതിയിൽ. അന്നീ പറയുന്ന കണക്ക് നമ്മൾ പിൻട്രസ്റ്റോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ ഒന്നും അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടേതായ ഐഡിയയിലും അല്ലെങ്കിൽ ഏതെങ്കിലും മാഗസിനിലൊക്കെ കാണുന്ന ഫോട്ടോസും ഒക്കെ വെച്ചിട്ട് മനസ്സിലൊരു ചിത്രം ഇങ്ങനെ കണ്ടുവെക്കും. അപ്പോൾ ഞാനും എൻ്റെ മനസ്സിലൊരു ഏകദേശം ഇങ്ങനെയൊക്കെ വേണം എന്നുള്ള പോലെ സ്വപ്നം കണ്ടു. അപ്പോൾ ക്ലാസ്സിൽ നിന്ന് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേര് ചെന്നിട്ട് നമുക്ക് വേണ്ടിയ ഫാബ്രിക് എല്ലാം പർച്ചേസ് ചെയ്തിട്ട് വന്നു. പക്ഷെ തയ്ക്കേണ്ടത് അവനവൻ്റെ ഇഷ്ടത്തിന് തയ്ക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇത് എങ്ങനെയായിത്തീരും, ഞാൻ ഫസ്റ്റ് ടൈമല്ലേ സാരി കൊടുക്കാൻ പോകണം, അപ്പോൾ അതെന്തായിത്തീരും എന്നൊക്കെ അറിയാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക്. അപ്പം സാരി നമ്മൾ മേടിച്ചു. അപ്പോൾ ബ്ലൗസിന് തുണിയായിട്ട് ഞാൻ ഈ പറയുന്ന പോലെ ടൈലറിൻ്റെ അടുത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട് ചെന്നു. അപ്പോൾ എനിക്കൊരു ബ്ലൗസ് തയ്ക്കാനാണെന്ന് ഞാൻ പറഞ്ഞ അടുത്ത സ്പോട്ടിൽ എനിക്ക് കിട്ടിയ മറുപടി എന്താണെന്ന് വെച്ചാൽ, ഈ പത്തക്കമ്പിലൊക്കെ സാരി ചുറ്റി ബ്ലൗസ് വെച്ച കോലമായിരിക്കും, സോറി ഒരു സാരി ഇട്ടാലെന്ന് പറഞ്ഞ്. എൻ്റെ ഫുൾ കോൺഫിഡൻസും മറ്റേ ബോംബിട്ട് തകർത്ത കണക്ക് തകർന്ന് തരിപ്പണമായിട്ട് താഴെ വീണു. ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ പൊട്ടി പൊട്ടി കരയുമായിരുന്നു. എന്താ പറയുക, ഒരു സ്വിച്ച് ഇട്ട പോലെ എൻ്റെ സന്തോഷം പോയി, എൻ്റെ ചിരി പോയി, എൻ്റെ എക്സൈറ്റ്മെൻറ്റ് പോയി. ഫങ്ഷന് ഞാൻ പോകുന്നില്ലെന്ന് വരെ ഞാൻ തീരുമാനിച്ചു ആ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് നിന്ന സമയത്ത് ആൾ പറഞ്ഞു, എന്നാൽ നമുക്ക് അളവെടുക്കാമെന്ന് പറഞ്ഞിട്ട് അളവെടുക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ മനസ്സിലൊരു ഇതൊക്കെ പാറ്റേണൊക്കെ ഓർത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ റിക്വയർമെൻറ്റ്സൊക്കെ പറയാൻ തുടങ്ങി. ആളത് കേട്ടോ കേട്ടില്ലെന്ന് എനിക്കറിയത്തില്ല, എന്തൊക്കെയോ എഴുതി വെക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ബാക്ക് അല്പം ഡെപ്ത്ത് വെച്ചോ, ഇച്ചിരി ഡെപ്തിലിരുന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആളെന്നോട് പറഞ്ഞ്, കൊച്ചെ നിൻ്റെ തൊലി നിറത്തിനൊന്നും ഇത്രയും ഡെപ്ത്ത് വെച്ചാൽ കൊള്ളത്തില്ല, ഇതൊക്കെ നല്ല ഫെയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വെച്ചാലേ ഭംഗിയുള്ളൂ, അതുമാത്രമല്ല ഇത്ര വൈഡാക്കി തയ്ക്കാനൊന്നും പറ്റത്തില്ല, നിൻ്റെ എല്ലാം തൊലും എല്ലാം പുറത്ത് കാണും എന്നൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും ഞാൻ തകർന്നു. ഒരു നോർമൽ മെഷർമെൻ്റൊക്കെ വെച്ച് അങ്ങോട്ട് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആളുടെ സജഷൻസൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിലോ എന്തായാലും ഇനിയിപ്പം ഇത് ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നും ആവാൻ പോകുന്നില്ല, അപ്പം താങ്കളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് തയ്ച്ചോളൂ എന്നുള്ള ഭാവത്തിലായി ഞാനും. അപ്പോൾ ഞാൻ തുണിയെല്ലാം കൊടുത്തു, അളവെല്ലാം കൊടുത്തു. എന്നിട്ട് ഞാൻ തിരിച്ചിറങ്ങിയ സമയത്ത് ആൾ വീണ്ടും ഒരു കമൻറ്റ് പറഞ്ഞു, ഇത്രയും മെലിഞ്ഞ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നേ വരയ്ക്കും ഒരു ബ്ലൗസ് തയ്ച്ചിട്ടില്ല എന്ന്. കയറി ചെന്നപ്പോൾ ചിരിച്ചോണ്ട് കയറിയ ഞാൻ ഇറങ്ങി വന്നപ്പോൾ മനസ്സിൽ കരഞ്ഞോണ്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി വന്നത്. തീർന്നില്ല, തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മുറി അടച്ച് കരച്ചിലായിരുന്നു. അതായത് എൻ്റേതല്ലാത്ത കാരണം കൊണ്ട് ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ പല ബോഡി ഷേമിങ്ങും ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് ഈ LKG UKGയിലൊക്കെ നമുക്ക് ചെറിയ ഓർമ്മകളുണ്ടല്ലോ. എൻ്റെ ഈ ചെറിയ ഓർമ്മകളെല്ലാം ഈ ബോഡി ഷേമിങ്ങും അല്ലെ നീ കറുത്തിട്ടല്ലേ ഇങ്ങനെയൊക്കെയുള്ള സംഗതികളാണ്. അപ്പം എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി, അതായത് ചെറുപ്പം തൊട്ടേ എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി, +2 വരെയൊക്കെ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവളുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ആൾ കൂടുന്നിടത്ത് ഇവൾ
എനിക്കൊരു നിക്ക് നെയിം എന്നുള്ള പോലെ ഒരു പരട്ട പേരിട്ട് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ സ്കിൻ ടോണിനെ കളിയാക്കാൻ പാകത്തിനൊരു പേര് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്നെ വിളിക്കും. അപ്പോൾ അന്നൊക്കെ ആണെങ്കിൽ ഞാനിത് കേൾക്കാൻ വിധിക്കപ്പെട്ടവളാണ് എന്നുള്ള ഒരു ലാഘവത്തിലായിരുന്നു ഞാനത് കേട്ടോണ്ടിരുന്നത്. പക്ഷെ പോകെ പോകെ എനിക്ക് മനസ്സിലായി, അതായത് സ്വല്പം ബുദ്ധിയും ബോധവും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാമെന്നുള്ള കേസ് കെട്ടേ ഉള്ളൂ മനുഷ്യരെല്ലാം ഒന്നാന്നുള്ള കാര്യം. അത്രയും പോലും വിവരവും ബുദ്ധിയില്ലാത്തവളുടെയൊക്കെ വർത്തമാനം കേൾക്കേണ്ട കാര്യമോ അത് മനസ്സിലെടുക്കേണ്ട ആവശ്യമേ എനിക്കില്ലെന്നുള്ള തിരിച്ചറിവ് എനിക്ക് വളരെ വൈകിയാണ് ഉണ്ടായത്. പക്ഷേ എത്രയൊക്കെ നമ്മൾ ബോൾഡ് ആവാൻ ശ്രമിച്ചാലും ചില സാഹചര്യത്തിലൊക്കെ നമ്മുടെ കൈവിട്ട് പോകുമല്ലോ. ഇപ്പോൾ ചിലരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അതായത് നമ്മൾ വളരെ പ്രിയപ്പെട്ടവരായിരിക്കും, നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന ആൾക്കാരായിരിക്കും. തമാശ പോലെയായിരിക്കും നമ്മളെ കളിയാക്കുന്നത്. അതൊരു തമാശയല്ല. കേൾക്കുന്ന ആൾക്ക് മനസ്സിലൊരു വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടൊരു തമാശയല്ല. അതേപോലെ തന്നെ ഇതൊന്നും കേട്ടുകൊണ്ട് സഹിച്ചുകൊണ്ടിരിക്കേണ്ട യാതൊരുവിധ ആവശ്യവും നമുക്കില്ല. നമുക്കെന്ന് ഞാൻ പറയുന്നത് എൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് ടു സ്റ്റോറിയിലേക്ക് വരാം. അതായത് തയ്ച്ചു, എനിക്ക് ബ്ലൗസ് കിട്ടി, എനിക്ക് ഫിറ്റിംഗ് ഒക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ. അതായത് എനിക്കതിനകത്ത് കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു. എൻ്റെ ബോഡിക്ക് അനുസരിച്ച് തന്നെയായിരുന്നു ആ ബ്ലൗസ് എനിക്ക് തുന്നി കിട്ടിയിട്ടുണ്ടായിരുന്നത്. പറഞ്ഞാൽ എനിക്ക് നെക്കിന് അങ്ങനെ ഡെപ്ത് ഒന്നും വെച്ചിട്ടില്ലെങ്കിലും ഞാനത് ഇട്ടിട്ട് വൃത്തികേടാണ് എന്ന് എനിക്ക് തോന്നിയില്ല. നല്ല രീതിയിൽ തന്നെ തയ്ച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഫിനിഷിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, എൻ്റെ ആ കോൺഫിഡൻസ് പോയപ്പം എനിക്കിത് വെയർ ചെയ്യാനായിട്ടൊരു മടി പോലെ. ഞാനിതിട്ടാൽ നന്നാവോ, കൊള്ളാവോ, ആകെപ്പാടൊരു കൺഫ്യൂഷൻ. അപ്പോൾ വളരെ പാടുപെട്ട് മനസ്സുകളുടെ ഇതെല്ലാം ഒരുക്കി കെട്ടി കോളേജിലേക്ക് പോകുന്ന വഴിക്കും കോളേജിലൊക്കെ നമുക്ക് കോംപ്ലിമെൻറ്റ്സ് കിട്ടും, നല്ലതാണെന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷേ ഇതൊന്നും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക്. ഇപ്പോൾ ഏതൊരു മനുഷ്യനും സ്വല്പം അപ്രീസിയേഷൻ കിട്ടുന്നത് ഇഷ്ടമുള്ള കാര്യമല്ലേ. പക്ഷേ എനിക്ക് ആ സമയത്ത് കിട്ടിയ ഒരു അപ്രീസിയേഷനും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ കണക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സംഗതികൾ ഇങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് ഈ പഴയ ട്രോമാസൊക്കെ വന്ന് ഹിറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിതൊരു വലിയ ലിസ്റ്റായിട്ട് ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ വെക്കും. അങ്ങനെ ഒരു അലമാരി നിറയെ തുണിയിരിക്കുന്ന കണക്ക് ഇഷ്ടംപോലെ ഉണ്ട്, ഇങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു ടൈലറായിട്ട് നിൽക്കുവാണല്ലോ. അപ്പോൾ ഒരു ദിവസം തന്നെ ഒരു കൊച്ച് എങ്ങനെയോ എൻ്റെ നമ്പറൊക്കെ കിട്ടിയിട്ട് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ആൾ ചോദിച്ചു, ചേച്ചി എനിക്കൊരു ലൈൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്യണം, എത്ര മീറ്റർ തുണി വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാധാരണഗതിയിൽ നമ്മൾക്ക് 3 മീറ്ററാണ് വേണ്ടത്, പിന്നെ എന്തെങ്കിലും പാറ്റേൺസ് വരുവാണെങ്കിൽ അഡീഷണലായിട്ട് നമുക്ക് ക്ലോത്ത് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു സിമ്പിളായിട്ടുള്ള ടോപ്പ് മതി, ലൈനായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പ്. അപ്പോൾ ഞാൻ ആളുടെ ഹൈറ്റും വണ്ണവും എല്ലാം വെച്ച് നോക്കിയിട്ട് ഏകദേശം 3-3.5 മീറ്ററൊക്കെ ആവശ്യമായിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി ചോദിച്ചു, ചേച്ചി ക്ലോത്തുമായിട്ട് വന്നു കഴിഞ്ഞാൽ തയ്ച്ച് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തയ്ച്ച് തരാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്റ്റിച്ചിങ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് ശടപടയെന്നൊക്കെ പരിപാടികളൊക്കെ തീരുമായിരുന്നു. അപ്പോൾ എന്തായാലും ആ കുട്ടി ഇതേപോലെ തയ്ക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞ് ഞങ്ങൾ അളവെടുത്തു, പാറ്റേണൊക്കെ പറഞ്ഞു, എല്ലാം ബേസിക്കലി നമ്മൾ ചെയ്യുന്ന കണക്കെല്ലാം സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് തയ്ച്ച ആൾ ഒരു ദിവസം വന്നു, അതെല്ലാം ഇട്ട് നോക്കി, ചെറിയൊരു ടൈറ്റ് സംഭവമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തു. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും 3.5 മീറ്ററിൽ ഞങ്ങൾ സിമ്പിളായിട്ടൊരു ലൈൻ ടോപ്പ് അടിച്ചെടുത്തു. അപ്പോൾ ഞാൻ ഈ തയ്യൽ വിടിയിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അപ്പോൾ ഞാൻ പൊതുവെ ഇങ്ങനെ ഇച്ചിരി സംസാരിക്കുന്ന ആളായതുകൊണ്ട് ഞങ്ങളിങ്ങനെ റാൻഡമായിട്ട് സംസാരിക്കുകയൊക്കെ ആയിരുന്നു. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിന് മുന്നേ ആ കൊച്ച് റെഗുലറായിട്ട് തയ്ക്കാൻ വേണ്ടി കൊടുക്കുന്നൊരു കടയുണ്ട്. അപ്പോൾ അവർ 5 മീറ്ററാണ് അത്ര ആ കുട്ടീനെ കൊണ്ട് മേടിപ്പിക്കുക, ഒരു സിമ്പിൾ ലൈൻ അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 5 മീറ്റർ ക്ലോത്ത്. അപ്പോൾ ഈ കുട്ടി ഞാൻ 3.5 മീറ്റർ മതി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര അതിശയം, 3.5 മീറ്റർ മതിയോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ മതി. അതായത് ആൾ പറഞ്ഞു തന്ന ഹൈറ്റിനും വിഡ്ത്തുണ്ടല്ലോ, വണ്ണം, ബോഡി മെഷർമെൻറ്റ്, അതനുസരിച്ചിട്ട് എനിക്ക് 3.5 മീറ്റർ മതി എന്നാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ അയാളോട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അവരങ്ങനെ 5 മീറ്ററൊക്കെ മേടിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ കൊച്ച് പറഞ്ഞത്, അതായത് അവർ പറയാറ് കൊച്ചിന് നല്ല വണ്ണമാണ്, ഈ വണ്ണമുള്ളവർക്ക് ഇത്രയും തുണിയൊന്നും പോരാ, ഏറെ തുണി വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത്രയും തുണി മേടിപ്പിക്കാറ്. അപ്പോൾ 5 മീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഊഹിക്കണം, 5.5 മീറ്ററാണ് ഒരു സാരിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു ലൈൻ അടിക്കുന്നതിന് ഒരു സാരിയുടെ അത്രയും തുണി ആവശ്യമുണ്ടോ? അപ്പോൾ ആ കൊച്ചിങ്ങനെ ഒരു സൈഡിൽ കൂടെ സങ്കടം പറയുകയാണ്. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രസ്സ് നമ്മുടെ മനസ്സിന് ഇണങ്ങിയത്
തയ്ക്കാമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴേക്കും അത് ഇത്രയും വണ്ണമായത് കാരണം അത് പറ്റത്തില്ല, അല്ലെങ്കിൽ വയറ് ചാടിയിരിക്കുന്ന കാരണം പറ്റത്തില്ല. അങ്ങനെ ഫുൾ റിജക്ഷനായിരുന്നു. വണ്ണമാണ് എന്നുള്ളതിൻ്റെ പേരിൽ ആ കൊച്ച് അതും ഒരു ട്രോമ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൊച്ച് എന്നോട് പറഞ്ഞ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് നമ്മളൊരു ഫോട്ടോ രണ്ടുപേരും നിന്നൊരു ഫോട്ടോ എടുക്കാനൊരു കോൺഫിഡൻസ് ഇല്ല. അതേപോലെ തന്നെ കണ്ണാടി നോക്കി ഒന്ന് ചിരിക്കാൻ തോന്നത്തില്ല. വേറെയുള്ള ആൾക്കാരോട് നമ്മൾ തന്നെ ഇങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ വണ്ണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ആ കോൺഫിഡൻസ് അങ്ങ് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. ഞാൻ ആ കൊച്ചിനോട് പെർമിഷൻ ചോദിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ വീഡിയോയിൽ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഈ റീസെൻ്റായിട്ട് എന്നെ അറിയുന്ന ഒരാൾ വഴിക്ക് വെച്ച് എന്നെ കണ്ടപ്പോൾ ചോദിച്ചൊരു കാര്യമാണ്, 3 പ്രസവിച്ചിട്ട് കൊച്ചെന്താ നന്നാവാത്തേന്ന്. ഇവർ ഈ നന്നാവുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് സെൻസിലാണെന്ന് എനിക്കറിയത്തില്ല. ഒരാൾ വണ്ണം വെച്ചാൽ പ്രശ്നം, മെലിഞ്ഞിരുന്നാൽ പ്രശ്നം, ഫെയർ ആണെങ്കിൽ പ്രശ്നം, ഡാർക്കർ ആണെങ്കിൽ പ്രശ്നം. നമ്മൾ വിചാരിക്കും ഒരു പരിചയമില്ലാത്ത ആൾക്കാർ മാത്രമല്ലേ നമ്മളെങ്ങനെയൊക്കെ പറയുന്നുള്ളൂ, അത് കേട്ട ഭാവം വെക്കണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ അങ്ങനെ മാത്രമല്ല, നമുക്ക് നല്ല പരിചയമുള്ള, നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാർ പോലും നമ്മളെ ഈ തമാശ രൂപേണ ബോഡി ഷെയ്മിങ് ചെയ്യാറുണ്ട്. ഒരു നിസ്സാര കാര്യം ഞാൻ പറയാം. അതായത് ഞാൻ ഈ റീസെൻ്റായിട്ടൊരു പാർലറിൽ പോയി ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് ആളെന്നോട് ഇങ്ങനെ അതും ഇതൊക്കെ ചോദിക്കുന്നുണ്ട്, ഞാനും മറുപടി പറയുന്നുണ്ട്. അപ്പോൾ അവനോട് ചോദിച്ചു, 3ാമത്തെ കൊച്ച് ആരെപ്പോലെയാണ്? അപ്പം ഞാൻ ആരെപ്പോലെ, അപ്പനെ അമ്മേനെയൊക്കെ പോലെ തന്നെ എന്നിങ്ങനെ പറഞ്ഞു. അതല്ല, സൂര്യയുടെ നിറമാണോ ഹസ്ബൻഡിൻ്റെ നിറമാണോ? ഞാൻ ലിറ്ററലി ഇടിവെട്ടി നിന്ന് പോയ പോലെ ആയിപ്പോയി. അതായത് അവരുടെയൊക്കെ ഒരു രീതി നമുക്കറിയില്ല, നല്ല സ്നേഹമായിട്ട് സംസാരിച്ച് ഇങ്ങനെ നിന്നിട്ട് അങ്ങ് അസ്ഥാനത്ത് കൊള്ളിപ്പിക്കുന്ന പോലെ ചോദ്യങ്ങൾ. ഞാൻ പറഞ്ഞ് ദൈവം എങ്ങനെയാണോ അവനെ ആക്കി വെച്ചിരിക്കുന്നത് അതുപോലെ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താ, ഞാൻ ഇനി മേലെ ആ പടിക്ക് ചവിട്ടത്തില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പം അത്രേ ഉള്ളൂ. അതായത് നമുക്ക് വലുത് നമ്മുടെ സമാധാനമാണ്. ഒരു നിമിഷം അവർക്ക് കളിയാക്കി ചിരിക്കാൻ വേണ്ടി നമ്മൾ നിന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേന് നമ്മുടെ സമാധാനം പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ മാറുക എന്നുള്ളതേ ഉള്ളൂ. വളരെ ചുരുക്കം ചിലരെ മാത്രമേ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. കാരണം ഇതുപോലൊരു വേദന അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. അല്ലാത്ത പക്ഷം എന്താ പറയുക, അവർക്കതൊരു കഥ പോലെയൊക്കെ തോന്നത്തുള്ളൂ, അല്ലെങ്കിൽ ഇതെന്താ ഈ പറയുന്നത് എന്നുള്ളൊരു ഫീലേ തോന്നുള്ളൂ. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ചിലർ ഇച്ചിരി വണ്ണമുള്ള ആൾക്കാർ അല്ലെങ്കിൽ വയറൊക്കെ ഉള്ള ആൾക്കാർ തയ്ക്കാൻ വേണ്ടിയിട്ട് വരുമ്പോഴത്തേനും പ്രത്യേകം പറയും. അതായത് വയറ് അറിയാത്ത പോലെ വേണേ തയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര ഇൻസെക്യൂർഡാണ്, അപ്പോൾ ഇതൊക്കെ ഒന്ന് കവർ ചെയ്യുന്ന പോലെ വേണം തയ്ക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയും. അപ്പോൾ ഞാനും ഒരു സൈഡിൽ കൂടെ അവരെ നിന്നുകൊണ്ട് പറയും, ആ ചേച്ചിക്ക് ഭയങ്കര വണ്ണമല്ല, ചേച്ചിക്ക് ഭയങ്കര വയറാണ്, അതുകൊണ്ട് തയ്ച്ചാൽ ശരിയാകത്തില്ല എന്ന് പറയുന്നതിനേക്കാളും ആ ആൾക്ക് എന്താണോ ചേരുന്നത് അത് നമ്മൾ ഓപ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കില്ലേ നല്ലത്. പലപ്പോഴും നമ്മുടെ വീഡിയോസിൻ്റെ താഴെ ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് വയററിയാത്ത പോലെ എങ്ങനെയാണൊരു ടോപ്പ് തയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യാവോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും വലുത് നിങ്ങളുടെ കംഫർട്ടാണ്. നിങ്ങൾക്കൊരു ഡ്രസ്സ് ഇടുമ്പോൾ നിങ്ങൾ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യം. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് കോൺഫിഡൻസും വലുതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്ന ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യുക. ഇപ്പം ഞാൻ പറയാം, ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളൊരു സാധാരണ സ്ലിറ്റ് ടോപ്പ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി വണ്ണമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വയറുണ്ട്. സ്ലിറ്റ് ടോപ്പ് ഇടുമ്പോൾ നിങ്ങളുടെ വയറ് കുറച്ചുകൂടെ എടുത്തറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ പാറ്റേൺ മാറ്റുക. സ്ലിറ്റ് ടോപ്പാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ ആ സ്ലിറ്റ് ടോപ്പിൻ്റെ രീതി മാറ്റുക. ഇപ്പോൾ നിങ്ങൾ ലൈൻ ഇടുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും പ്രശ്നം വരുന്നില്ലായിരിക്കാം. അതുമല്ലെങ്കിൽ നമ്മൾ ചില മോഡൽസൊക്കെ ഇല്ലേ, ഇങ്ങനെ ഫ്രണ്ടിൽ പ്ലീറ്റൊക്കെ വന്നിട്ടുള്ള പാറ്റേൺസ്, ഇങ്ങനെ ആ പ്ലീറ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ വയർ ചാടി കിടക്കുന്ന വയറിൻ്റെ അവിടെ ഈ പ്ലീറ്റ്സ് വന്നിട്ട് കവറാവും. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തെടുത്തിട്ടുള്ളൊരു ഡ്രസ്സ് നമ്മൾ ഇടുമ്പോഴത്തേക്കും ഇതങ്ങ് നല്ല ഒതുങ്ങി കിടക്കും. അപ്പോൾ ജോർജറ്റൊക്കെ പോലത്തെ തുണിയും കൂടെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് അത് സെറ്റാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വണ്ണമുള്ള ആൾ മെലിഞ്ഞ് തോന്നണം എന്നുണ്ടെങ്കിൽ കളേഴ്സിനകത്ത് നമുക്ക് എന്താ പറയുക, പരീക്ഷണങ്ങൾ നടത്താം. അതായത് ഡാർക്ക് ഷെയ്ഡൊക്കെ എടുക്കുമ്പോഴത്തേനും നമുക്കൊരു സ്ലിമ്മായിട്ടുള്ള പോലെ ഒരു ഇല്യൂഷൻ തോന്നും. അതായത് കാണുന്ന ആൾക്ക് മെലിഞ്ഞ പോലെ ഒരു തോന്നൽ വരും. അതേപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഫാബ്രിക്ക്, ചൂസ് ചെയ്യുന്ന പ്രിൻറ്റുകൾ, അതായത് ഇപ്പോൾ ഞാൻ പറയാം, മേലിൽ നിന്ന് താഴേക്ക് ലൈൻ വരുന്ന പോലെ അല്ലെങ്കിൽ വളഞ്ഞിട്ടൊക്കെ വരുന്ന പോലെയുള്ള പാറ്റേൺസൊക്കെ വരുന്ന ഡ്രസ്സാണെന്ന് വിചാരിക്കുക. അത് നിങ്ങളെ ഓട്ടോമാറ്റിക്കലി ഇത്തിരി വണ്ണം കുറവ് ഫീൽ ചെയ്യിക്കും. ഇനി നേരെ തിരിച്ച് എൻ്റെ കേസിലേക്ക് ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ നല്ലോണം മെലിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇച്ചിരി തടിയുള്ള പോലെ ഫീൽ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പൊതുവെ
ഇത്തിരി കുറച്ചുകൂടെ വോളിയമായിട്ടുള്ള ഡ്രസ്സുകൾ ചൂസ് ചെയ്യും. പഫ് സ്ലീവ് കൊടുക്കുമോ അല്ലെങ്കിൽ മറ്റേ ഗ്യാദേഴ്സൊക്കെ പോലത്തെ സംഗതികൾ കൊടുക്കുമോ, അങ്ങനെയൊക്കെ. അതേപോലെ സ്ട്രൈപ്പ് നേരെ വരാതെ ഇങ്ങനെ ചെരിഞ്ഞ് വരുന്ന പോലെയൊക്കെ ഞാൻ എൻ്റെതായ രീതിയിലേക്ക് മാറ്റും. അപ്പോഴും എനിക്കത് ഇഷ്ടമാണോ ഇഷ്ടമില്ലേന്ന് നോക്കിയിട്ട് മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. ഇപ്പം ഞാൻ ബേസിക്കലി പറഞ്ഞു വന്നത്, ഇപ്പോൾ ഇന്ന സാധനം ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ വയറ് ചാടിയിരിക്കുന്നത് കാണുമെന്ന് തോന്നുന്നവർക്ക് ആ ഒരു പാറ്റേൺ ഒന്ന് മാറ്റി നോക്കാം. നമ്മൾ ആ ഡ്രസ്സിനെ സ്റ്റൈൽ ചെയ്യുന്ന രീതി മാറ്റി നോക്കാം. എപ്പോഴും ഇങ്ങനെ സ്ലിറ്റ് ടോപ്പിനെ കുറ്റം പറയാതെ കണ്ട് നമ്മുടെ ശരീരത്തിന് ഇണങ്ങുന്ന പോലെ ഉള്ള ഡ്രസ്സുകൾ ചൂസ് ചെയ്യാം. ആ ശരീരത്തിന് ഇണങ്ങുന്ന ഡ്രസ്സ് നമ്മുടെ മനസ്സിനും കൂടെ ഇണങ്ങിക്കഴിഞ്ഞാൽ സൂപ്പറായി. അൾട്ടിമേറ്റ്ലി നമ്മുടെ ഹാപ്പിനെസ് തന്നെ ആയിരിക്കണം ഇമ്പോർട്ടൻ്റ്. മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ പണ്ടൊക്കെ ചില ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോഴത്തേനും എന്നോട് പറയായിരുന്നു, അയ്യോ ഈ കളറ് നിനക്ക് ചേരത്തില്ല, ഈ കറുത്തിട്ടുള്ള ആൾക്കാർക്ക് ഇന്ന കളറ് ചേരത്തില്ല. പക്ഷെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും, അയ്യോ എനിക്ക് കളർ ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാനതിട്ടാൽ നല്ലതായിരിക്കും എന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ചിന്തിക്കുന്ന മറ്റേ ആൾ അങ്ങനെ പറഞ്ഞല്ലോ, അപ്പോൾ എനിക്കത് ചേരത്തില്ല എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇട്ട് നോക്കട്ടെ, കൊള്ളാവോ ഇല്ലയെന്ന് ഞാൻ തീരുമാനിക്കാം. എനിക്കിഷ്ടമാണെങ്കിൽ ഞാനിടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ചാനലിൽ ഞാൻ വന്നിരുന്ന് പറയാൻ കാരണം, നിങ്ങൾ ഒരുപക്ഷെ തയ്ക്കുന്നവരാണല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ തയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ആ കസ്റ്റമറിൻ്റെ കോൺഫിഡൻസിനെ ഇല്ലാതാക്കുന്ന ഒരു വർത്തമാനവും പറയരുത്. അതായത് അവരെ ഹേർട്ട് ചെയ്യാൻ പാകത്തിനൊരു വാക്ക് പോലും പറയരുത്. അവർ ചിലപ്പോൾ നമ്മളോട് ഇങ്ങനെ വിഷമം പറയും, അതായത് ഞാൻ നല്ലോണം വണ്ണമുണ്ട്, അല്ലെങ്കിൽ നല്ലോണം മെലിഞ്ഞിട്ടാണ്, എൻ്റെ ഷോൾഡർ ഭയങ്കര ബ്രോഡാണ്, എൻ്റെ ഷോൾഡർ ഭയങ്കര ചെറുതാണ്, ഇങ്ങനെ പല 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 പ്രശ്നങ്ങളും നമ്മൾ കേൾക്കേണ്ടി വരും. ആ സമയത്ത് അവരെ ഇങ്ങനെ ബ്ലെയിം ചെയ്യാതെ കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അവർക്ക് സൂട്ടാവുന്ന രീതിയിൽ എങ്ങനെ തയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ചായിരിക്കണം. ചില ആൾക്കാർ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഐഡിയാസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കും. ചില ആൾക്കാർ, അതായത് അവർ ഫിക്സഡ് ആയിരിക്കും ഇന്ന കാര്യത്തിൽ, അതായത് ഞാൻ ഇന്നതിട്ടാൽ എനിക്ക് ചേരത്തില്ല എന്നുള്ളത് ഫിക്സ് ചെയ്ത് നിൽക്കുന്നവരായിരിക്കും. അവരെ അധികം ഫോഴ്സ് ചെയ്യാൻ പോകണ്ട. അതേ സമയത്ത് റെഡി ആയിട്ടുള്ളവരുണ്ട്, അതായത് എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യണം. അതായത് നമ്മളൊരു ടൈലർ എന്നുള്ള ജോലി മാത്രമല്ലാതെ ഈ ഡിസൈനിങ് ഫീൽഡിൽ പിള്ളേർ ചെയ്യുന്ന പരിപാടിയില്ലേ, അതായത് ഒരാളുടെ ശരീരത്തിന് ചേരുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ അവർ ഡിസൈൻ ചെയ്യുമല്ലോ എന്ന് പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ളതും പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ നമ്മളോട് ചിലപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ തയ്ക്കാൻ വേണ്ടി തുണി കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ തുണി എടുക്കാൻ പോകുന്നതിന് മുന്നേയൊക്കെ ഇന്ന കളർ എനിക്ക് ചേരുമോ, അല്ലെങ്കിൽ ഉടുത്ത് കഴിയുമ്പോൾ ചോദിക്കും ഈ കളർ എനിക്ക് ചേരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സത്യസന്ധമായിട്ട് തന്നെ ഉത്തരം പറയണം, പക്ഷെ അത് അവർക്ക് വിഷമാവരുത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഒക്കെ നല്ല വണ്ണമുള്ള ആളാണ്. അപ്പോൾ അവൾക്ക് അതായത് ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള വീനക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവളുടെ ഡിമാൻഡ് അനുസരിച്ചിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ അതിട്ട് നോക്കിയിട്ട് ആൾ പറഞ്ഞു, എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നുന്നില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നുമല്ല, ഇതിങ്ങനെ ഭയങ്കര ക്ലോസ് ആയി പോയത് കാരണം എനിക്കൊന്നും കൂടെ വണ്ണം കൂടിയ പോലെ തോന്നുന്നത്, പക്ഷെ നമുക്കിത് ഇച്ചിരി വൈഡാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഈ പറഞ്ഞ രീതി ശരിയാണോ തെറ്റാണോ എന്നൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അത് അവൾക്കത് മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയുള്ളതിനകത്ത് ഇതുപോലുള്ള നെക്ക് വെക്കണ്ട, കുറച്ചുകൂടെ വൈഡ് ആയിക്കോട്ടെ, കുറച്ചുകൂടെ ബ്രോഡ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ മാറ്റി. അപ്പം ഞാൻ ഓൾറെഡി തയ്ച്ചതിൻ്റെ നെക്കിലും ചെറിയ ചെറിയ മാറ്റം, ഒരുപാട് മാറ്റം വരുത്താൻ പറ്റില്ല, എന്നാലും ചെറിയ ചെറിയ രീതിയിലൊക്കെ മാറ്റം വരുത്തി റെഡിയാക്കി. അപ്പം എന്ന് പറയുന്ന പോലെ നമ്മൾ അവരുടെ സ്ഥാനത്തുനിന്നും കൂടെ ചിന്തിക്കണം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഡ്രസ്സിങ് നമുക്കൊരു പ്രത്യേക കോൺഫിഡൻസ് തരുമല്ലോ. അപ്പം നമ്മൾ തയ്ച്ചു കൊടുക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നമ്മുടെ കസ്റ്റമറിൻ്റെ കോൺഫിഡൻസിൻ്റെ ഒരു 10% നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധനം നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് തോന്നും അത് നല്ലതായിരിക്കുമെന്ന്. പക്ഷെ മുന്നിൽ നിൽക്കുന്ന ആൾ നമ്മളോട് പറയുകയാണ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിഷമം വരുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തയ്ച്ച് കൊടുക്കുന്ന സാധനം ആദ്യമേ അവരതിട്ട് കാണിക്കുന്നത് ഒരു പക്ഷേ നമ്മളെ ആയിരിക്കും. ആ സമയത്ത് നമ്മൾ അവരോട് കൊള്ളത്തില്ലെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്കിത് ചേരത്തില്ലെന്നോ അതുമല്ലെങ്കിൽ അതുമായിട്ടൊരു മോശം കമൻറ്റ് പറയുമ്പോഴത്തേനും ഉറപ്പായിട്ട് അവർക്കത് മനസ്സിലൊരു ഡിസ്റ്റർബായിട്ട് കിടക്കും. ഓർഡേഴ്സൊക്കെ ആ വഴിക്ക് പോകും, അത് വേറൊരു വിഷയം. ഇപ്പം നമ്മൾ ചിലർക്ക് വേണ്ടി തയ്ക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ തുണി
തികയത്തില്ലായിരിക്കും. അതായത് അവർ കൊണ്ട് തന്ന തുണിയും ആളുടെ ബോഡിയുടെ അളവും തമ്മിൽ നമുക്ക് ചിലപ്പോൾ സെറ്റാക്കി കിട്ടണം എന്നില്ലായിരിക്കും. ഇപ്പം നമ്മൾ പറയും ഈ തുണി തികയത്തില്ല, കുറച്ചുകൂടെ വേണം എന്ന് പറയുമ്പോൾ അത് ആ രീതിയിൽ പറയല്ല. നിങ്ങൾക്ക് ഭയങ്കര വണ്ണമായത് കാരണം ഈ തുണി തികയത്തില്ല, 5 മീറ്റർ തുണിയൊക്കെ വേണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമം നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവത്തില്ലേ. അപ്പോൾ ആ കൊച്ചിനോട് അത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ തോന്നിയ പോലെ എനിക്കും തോന്നിയിട്ടുണ്ട്. അതായത് ചിലപ്പോൾ 3 മീറ്റർ ആൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ട് ബാക്കി അവരെടുത്ത് കാണും. അപ്പോൾ കൊച്ചിൻ്റെ വണ്ണത്തിൻ്റെ പേരും പറഞ്ഞ് അവർക്ക് കുറച്ച് തുണിയുമായി തയ്യക്കൂലിയുമായി. എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. വളരെ കുറച്ച് പേരെങ്കിലും അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കെങ്കിലും എനിക്കിങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ഒരു ഉത്സാഹക്കുറവാണ്. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. അതൊരിക്കലും ടാറ്റാ.